ഗ്രീഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാമിന് പഠിച്ച് തുടങ്ങിക്കാണും. ഒരു തവണ പഠിച്ചു കഴിഞ്ഞവരുണ്ടാവും, പഠിക്കാൻ പോകുന്നവരുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കൊക്കെ നമുക്ക് വരാൻ പോകുന്ന എക്സാമിൻ്റെ ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒരു മോഡൽ ചോദ്യം വർക്കൗട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് സമഗ്ര എന്ന് പറയുന്ന, അറിയാമല്ലോ നിങ്ങളുടെ തന്നെ സ്കൂളിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ തന്നെ അവർ പുറത്തിറക്കുന്ന ഒരു ടൈപ്പ് ചോദ്യ പേപ്പറാണ്, ഒരു മോഡൽ ചോദ്യ പേപ്പറാണ്. 80 മാർക്കിന് പരീക്ഷ, 2.5 മണിക്കൂർ സമയം, സെക്കൻഡ് ടേമിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ചോദ്യമാണ്. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. അതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, അറിയാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗം വരുന്നത്, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ചോദ്യം അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുമെന്നല്ല. നിങ്ങളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കുക. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ പല ഭാഗങ്ങളും പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെന്ന്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിക്കുക. ടെക്സ്റ്റ് ബുക്കിലാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഏത് നോട്ട് നോക്കിയാലും, ഇപ്പോൾ ഞാൻ തരുന്ന നോട്ടായാലും ശരി, ആര് തരുന്ന നോട്ടായാലും ശരി, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളതാണ്. ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിക്കുക. അതിനുശേഷം നമുക്കൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ഓർത്തെടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, നോട്ടിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അല്ലാതെ നോട്ട് മാത്രം പഠിച്ചുകൊണ്ട് എക്സാമിന് പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന PDF നോക്കുമ്പോൾ മനസ്സിലാവും, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പല ഭാഗത്തു നിന്നും നല്ല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് 1 to 5 വരെയുള്ള ചോദ്യങ്ങൾ, 1 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യനാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ബിൽഡിംഗ് കോൾഡ് ദ്രവീഡിയൻ ആർക്കിടെക്ചർ വാസ് ഫോംഡ് ഡ്യൂറിങ് ഹൂസ് പീരീഡ്. അപ്പോൾ ദ്രവീഡിയൻ ആർക്കിടെക്ചർ എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ആരുടെ കാലത്ത് തുടങ്ങിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് പല്ലവാസിൻ്റെ കാലത്താണ്. ഓക്കെ, പല്ലവന്മാരുടെ കാലത്താണ് ഇതിനെപ്പറ്റി എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പല്ലവാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ദ റെസിഗ്നേഷൻ ഓഫ് പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? പ്രസിഡൻറ്റ് രാജി സബ്മിറ്റ് ചെയ്യുന്നത് വൈസ് പ്രസിഡൻറ്റിനാണ്, സബ്മിറ്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററിനാണ്, ഗവർണറിനാണ്. ദ ക്യാബിനറ്റ് ഷോൾ സബ്മിറ്റ് റെസിഗ്നേഷൻ ടു ദ പ്രസിഡൻറ്റ്. ഓക്കെ, ദ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് റെസിഗ്നേഷൻ പ്രസിഡൻറ്റിന് കൊടുക്കും. അപ്പോൾ മനസ്സിലായോ, 4 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? 1, പ്രസിഡൻറ്റ് രാജി കൊടുക്കേണ്ടത് വൈസ് പ്രസിഡൻറ്റിൻ്റെ കയ്യിലാണ്. അല്ല, രണ്ടാമത് പറയുന്നത് കൊടുക്കേണ്ടത് പ്രൈം മിനിസ്റ്ററുടെ കയ്യിലാണ്. 3, പ്രസിഡൻറ്റ് രാജിക്കത്ത് കൊടുക്കേണ്ടത് ഗവർണറുടെ കയ്യിലാണ്. 4, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഷോൾ സബ്മിറ്റ് ദ റെസിഗ്നേഷൻ ടു ദ പ്രസിഡൻറ്റ്. ക്യാബിനറ്റ് മിനിസ്റ്ററുമായി രാജിവെക്കുമ്പോൾ അത് ആർക്ക് കൊടുക്കണം? പ്രസിഡൻറ്റിന് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് റെസിഗ്നേഷൻ ഓഫ് പ്രസിഡൻറ്റുമായിട്ട് വന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് 1ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രസിഡൻറ്റ് രാജി സമർപ്പിക്കുന്നത് വൈസ് പ്രസിഡൻറ്റിനാണ്. കാരണം നിങ്ങൾക്കറിയാം, പ്രസിഡൻറ്റ് ഇല്ലാത്തപ്പോൾ പ്രസിഡൻറ്റിൻ്റെ ജോലി ചെയ്യുന്നത് വൈസ് പ്രസിഡൻ്റാണ്. പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആളാരാണ്? വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ പ്രസിഡന്റ് രാജി കൊടുക്കേണ്ടത് ആർക്കാണ്? വൈസ് പ്രസിഡന്റിൻ്റെ കയ്യിലാണ്. 3ാമത്തെ ചോദ്യം, എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ് വിച്ച് ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോഫി. കാപ്പി ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ബാബ ബുദാൻ ഹിൽസിൽ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. അറബിക്ക വെറൈറ്റി ഒക്കെ പഠിച്ചു. എവിടെയാണ്? കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ കോഫി ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കർണാടക, കേരള ഭാഗത്ത് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദ ഗിവൺ ഹിൻഡ് നെയിം ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. തന്നിട്ടുള്ള ഹിൻഡ് വെച്ച് ഇത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ് പറയുന്നത്? ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റൂല, പക്ഷേ പറ്റും. ദ കമ്മീഷൻ ഹാസ് 6 മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് എ ചെയർപേഴ്സൺ. അധികം അങ്ങനത്തെ പഠിച്ചിട്ടില്ല. ഒക്ടോബർ 12, 1993 രൂപീകരിച്ചു. അപ്പോയിൻ്റ് ചെയ്യുന്ന പ്രസിഡൻ്റാണ്. ആരാണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഫീച്ചേഴ്സുകൾ എല്ലാ കമ്മീഷൻ്റെയും വളരെ വ്യക്തമായി പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. 5ാമത്തെ ചോദ്യം, വിച്ച് വൺ ഈസ് റിലേറ്റഡ് ടു ടെർഷ്യറി സെക്ടർ. ഓക്കെ, ടെർഷ്യറി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് മൈനിങ് ആണോ? അല്ല. ഫിഷിംഗ് ആണോ? അല്ല. ഇലക്ട്രിസിറ്റി ആണോ? അല്ല. അതൊക്കെ ഉൽപ്പാദിപ്പിക്കുകയാണ്. ടെർഷ്യറി സേവനമാണ്. അപ്പോൾ ഏതാണ്? കമ്മ്യൂണിക്കേഷൻ സെക്ടറാണ് ടെർഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അടുത്ത് 6 to 14 വരെയുള്ള ചോദ്യങ്ങൾ 3 മാർക്കിൻ്റെതാണ് കേട്ടോ. അത് എത്രയാണ് അറ്റൻഡ് ചെയ്യണം? 8 എണ്ണം അറ്റൻഡ് ചെയ്യണം. നമുക്ക് ഓപ്ഷൻ ഒന്നും എല്ലാ ചോദ്യവും ഡിസ്കസ് ചെയ്ത് പോവാം. ഹാരപ്പൻ civilization can be described as the first urban civilization in Indian history. What was the reason behind this? എന്തിനീ ചോദ്യം ഇവിടെ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. സെക്കൻഡ് ടേമിന് ഈ പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പോർഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കുക. എന്തായാലും ഇവിടെ വന്നിട്ടില്ല. എന്തായാലും നമുക്ക് കാര്യം അറിയാം അല്ലേ. ഫസ്റ്റ് അർബണൈസേഷൻ, നഗരവൽക്കരണത്തിൻ്റെ ആദ്യ എക്സാമ്പിൾ ഹാരപ്പൻ എന്ന് പറയാൻ കാരണം എന്താ? നമുക്കറിയാം ഹാരപ്പൻ സിവിലൈസേഷനിൽ എന്താണ്? അതൊരു പ്ലാൻഡ് സിറ്റിയാണ്. അവിടെ എന്തുണ്ട്? പ്ലാൻഡ് ഹൗസസ് ഉണ്ട്, സ്ട്രീറ്റ് ഉണ്ട്, കനാലുകളുണ്ട്, ഗ്രാനറികളുടെ ഒക്കെ അവശിഷ്ടം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ആദ്യകാലത്ത് അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് ഒരു സിറ്റിയുമായി അല്ലെങ്കിൽ സിറ്റിയോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് എവിടെയാണ്? ഹാരപ്പൻ സിവിലൈസേഷനാണ്. അപ്പോൾ പ്ലാൻഡ് സിറ്റി എന്നാണ്. അവിടെ എന്തൊക്കെയുണ്ട്? പ്ലാൻഡ് സിറ്റികളുണ്ട്, പാവിത റോഡുണ്ട്, അല്ലെ, പ്ലാൻഡ് ഹൗസസ് ഉണ്ട്, സ്ട്രീറ്റും കനാലും ഗ്രാനറിയൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്ന് ഉത്തരം നമുക്ക് എഴുതാം.
ഏഴാമത്തെ ചോദ്യം എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്കറിയില്ല. ഡാൽ ലേക്ക് ഹാസ് മോർ സിഗ്നിഫിക്കൻസ് ഇൻ കാശ്മീർ ഹിമാലയാസ് എലൂസിഡേറ്റ്. ഇതും എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻ്റ് ആയിട്ട് പറയണം കേട്ടോ. നിങ്ങളുടെ സ്കൂളിൽ വല്ലതും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഡാൽ ലേക്ക് കാശ്മീരുമായിട്ട് എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഡാൽ ലേക്ക് എന്ന് പറയുന്നത് ഒരു ഫ്രഷ് വാട്ടർ ലേക്കാണ്. അത് ശ്രീനഗറിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട എന്താണ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതൊരു കൊമേഴ്ഷ്യൽ സെൻറ്റർ കൂടിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഡാൽ ലേക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എട്ടാമത്തെ ചോദ്യം, സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ റിസീവ്ഡ് റോയൽ പാട്രണേജ് ഡ്യൂറിങ് ഗുപ്ത റൂൾ, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. സംസ്കൃത ഭാഷയ്ക്ക് ഗുപ്ത കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻസ് ലഭിച്ചു. നമുക്കറിയാം ലാൻഡ് ഗ്രാൻറ്റും കാര്യങ്ങളും കാരണം ഇമ്പോർട്ടൻസ് ഉണ്ടായത് ബ്രാഹ്മിൺസിനാണ്. ബ്രാഹ്മിൺസിൻ്റെ ലാംഗ്വേജാണ് സംസ്കൃതം എന്ന് പറയുന്നതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ കാര്യം, ഒന്ന് ഗുപ്ത പീരീഡിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് സംസ്കൃതമായിരുന്നു. നമുക്കതിന് തെളിവുകളുണ്ട് അല്ലേ. ഈവൻ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പോയവും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സംസ്കൃതത്തിലോട്ട് എഴുതിയതായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് സംസ്കൃതത്തിന് ഇമ്പോർട്ടൻസ് കിട്ടി. ഇതിൻ്റെയൊക്കെ ആൻസറിൻ്റെ PDF ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ആൻസർ ടൈപ്പ് ചെയ്ത PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഒരു സൈറ്റിൽ നിന്നും. ശരി, ഒമ്പതാമത്തെ ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ ആൻസറോട് എഴുതി പോകാത്തത്. സ്പെസിഫൈ ദ ഫോളോയിങ് ക്യാച്ച്മെൻറ്റ് ഏരിയ. ഓക്കെ, എന്തൊക്കെ ഇതിന് സ്പെസിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ക്യാച്ച്മെൻറ്റ് ഏരിയ എന്താണ്? ഡ്രെയിനേജ് ബേസിൻ എന്താണ്? വാട്ടർ ഡിവൈഡ് എന്താണ്? ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ക്യാച്ച്മെൻറ്റ് ഏരിയ ഫ്രം വെയർ ദ വാട്ടർ ഫ്ലോസ് ഇൻ ടു എ റിവർ അല്ലേ. വലിയ മൗണ്ടൻസിനകത്തൊക്കെ മുകളിൽ നിന്നൊക്കെ പല സ്ഥലത്തു നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളങ്ങൾ ചേർന്നിട്ടാണ് ഒരു നദി ഉത്ഭവിക്കുന്നത്. ആ നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന് മലയാളത്തിൽ പറയും. അതാണ് അത് ക്യാച്ച്മെൻറ്റ് ഏരിയ. എന്താണ് സംഭവം? ഏരിയ ഫ്രം വെയർ ദ വാട്ടർ ഫ്ലോസ് ഇൻ ടു എ റിവർ. ഡ്രെയിനേജ് ബേസിൻ എന്ന് വെച്ചാൽ എന്താണ്? നദി ഉത്ഭവിക്കുന്നത് ചെറിയ ചെറിയ ട്രിബ്യൂട്ടറീസ് ചേർന്നിട്ടാണ്. അത് ചേർന്ന് നദിയായി ആ നദി ഒഴുകി എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ ഡിസ്ട്രിബ്യൂട്ടറീസ് ആയിട്ട് ഒരു വലിയ വാട്ടർ ബോഡി പോയി ചേരും. ഈ പറയുന്ന ഭാഗം മൊത്തം ട്രിബ്യൂട്ടറീസും മെയിൻ നദിയും ഡിസ്ട്രിബ്യൂട്ടേഴ്സും എല്ലാം കൂടി ചേരുന്ന ഈ മൊത്തത്തിലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്രെയിനേജ് ബേസിൻ എന്ന് വിളിക്കുന്നത്. ദ ഏരിയ ഫോംഡ് ബൈ ദ റിവർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറീസ് ഈസ് കോൾഡ് ഡ്രെയിനേജ് ബേസിൻ. പിന്നെ വരുന്നത് വാട്ടർ ഡിവൈഡാണ്. രണ്ട് നദികൾക്കിടയിൽ കാണുന്ന ഉയർന്ന പ്രദേശം. ഇവിടെ ഒരു മലയുണ്ട്, ഇവിടുന്ന് വേറൊരു നദിയുണ്ട്. അപ്പോൾ രണ്ട് നദികൾക്കിടയിൽ കാണുന്ന ഈ ഉയർന്ന പ്രദേശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാട്ടർ ഡിവൈഡ് എന്ന് വിളിക്കുന്നത്. ദ ബൗണ്ടറി ലൈൻ സെപ്പറേറ്റിംഗ് ടു വാട്ടർ ഷെഡ് ഈസ് കോൾഡ് വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇൻഡസിനും ഗംഗയ്ക്കും ഇടയ്ക്കുള്ള വാട്ടർ ഡിവൈഡാണ് അംബാല എന്ന് പറയുന്നത്. ഇവിടെ എന്തിന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ CBSEക്കാർക്ക് പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പത്താമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എക്സിസ്റ്റ് ഇൻ അവർ കൺട്രി? നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന പലതരം അൺഎംപ്ലോയ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് പലതരം അൺഎംപ്ലോയ്മെൻറ്റ്? ഓപ്പൺ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, സീസൺ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, വോളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ പലതരം അൺഎംപ്ലോയ്മെൻറ്റുകളെ പറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 11ാമത്തെ ചോദ്യമാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻ കേരള? കേരളത്തിൽ ലൈഫ് എക്സ്പെക്റ്റൻസി ഹൈ ആവാൻ കാരണം എന്താണ്? നമ്മുടെ ലിറ്ററസി റേറ്റ് കൂടുതലാണ്, നമ്മുടെ എഡ്യൂക്കേഷൻ കൂടുതലാണ്, നമ്മുടെ സാനിറ്റേഷൻ കൂടുതലാണ്, നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വളരെ ഡെവലപ്ഡ് ആണ്, നമ്മുടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് പോളിസികളുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എത്തിച്ചൊന്നുമില്ല. എന്താണ്, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വിവരമുണ്ട്, നല്ല നല്ല ആശുപത്രികളുണ്ട്, ആശുപത്രികളൊക്കെ ഒരു ഓർഗനൈസ്ഡ് ഫോമിലാണ് പോകുന്നത്. അതുകൊണ്ട് അസുഖം വന്നാൽ ആൾക്കാർക്ക് ഈസി ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നു, ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഉണ്ടാകാതിരിക്കുന്നു. സോ ആൾക്കാരുടെ ആയുസ് കൂടുന്നു. 12, ലാക്ക് ഓഫ് ആക്യുറേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഈസ് എ ലിമിറ്റേഷൻ ഇൻ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. എക്സ്പ്ലെയിൻ എനി അതർ 3 ലിമിറ്റേഷൻസ്. പഠിപ്പിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുമെന്ന്. എന്തൊക്കെയാണ്? ഡബിൾ കൗണ്ടിങ് നമുക്ക് പറയാം അല്ലേ, ഒന്നിലധികം തവണ വാല്യൂസ് കൂട്ടുന്നു. രണ്ടാമത് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കൊരു ലാക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, അതിവിടെ ഓൾറെഡി പറയുന്നുണ്ട്, അപ്പോൾ അത് വേണ്ട. പിന്നെ എന്ത് പറയാം? സെൽഫ് കൺസംഷൻ ഉള്ള ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വാല്യൂ നമ്മൾ കൂട്ടാറില്ല. മാത്രമല്ല നമ്മൾ എന്താ പറയുന്നത്, ചില പ്രോഡക്റ്റുകളുടെ മോണിറ്ററി വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഉദാഹരണം സർവീസ് പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ കൂട്ടാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഹൗസ് വൈഫുമാരുടെ കോൺട്രിബ്യൂഷനും എടുക്കുന്നില്ല. അതിൽ ഏതെങ്കിലും 3 പോയിന്റ് നിങ്ങൾ എഴുതുക. 13ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ എക്സ്പാൻസീവ് ഹോട്ട് ഡെസേർട്ട് ഇൻ ഇന്ത്യ? ലിസ്റ്റ് ഡൗൺ എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് റീജിയൻ. ഇന്ത്യയിൽ കാണുന്ന ഡെസേർട്ട്, ഏത് ഡെസേർട്ടാണ് ഇന്ത്യയിൽ കാണുന്ന ഡെസേർട്ട്? അത് ഥാർ ഡെസേർട്ടാണ് അല്ലെ. ഇന്ത്യയിൽ കാണുന്ന ഡെസേർട്ട് ഏതാണ്? ഥാർ ഡെസേർട്ടാണ്. നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത് രാജസ്ഥാൻ്റെ സൈഡിലായിട്ടാണ് കാണുന്നത്. 2 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഏരിയയുണ്ട്. അതിൽ 1.75 ഇന്ത്യയിലാണ്, ബാക്കിയൊക്കെ പാകിസ്ഥാനിലാണ്.
നോർത്തിൽ സത്ലജ് റിവർ ബേസിൻ, ഇടതുവശത്ത് ഇൻഡസ് റിവർ ബേസിൻ, താഴെ റാൺ ഓഫ് കച്ച്, റൈറ്റ് സൈഡിലെ ആരവല്ലീസ്, ഏത് പോയിന്റ് വേണമെങ്കിലും എഴുതാം. 14 ജുഡീഷ്യറി ഈസ് നോൺ എസ് ദ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പ്ലെയിൻ. ഓക്കെ, ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ജുഡീഷ്യറിയാണ്. എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? ഇറ്റ് ഈസ് ദ ഏജൻസി ദാറ്റ് എൻഷുറിംഗ് ദാറ്റ് ദ ലെജിസ്ലേറ്റീവ് ആൻഡ് ദ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചസ് ഓപ്പറേറ്റ് അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലേ, ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും കറക്റ്റായിട്ടാണോ പോകുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതും അതുപോലെ തന്നെ നമ്മുടെ റൈറ്റുകൾ, നമ്മുടെ സിറ്റിസൺസിൻ്റെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ജുഡീഷ്യറിയാണ്. അതുകൊണ്ടാണ് ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ആരെ വിളിക്കുന്നത്? ജുഡീഷ്യറിയെ വിളിക്കുന്നത്. അടുത്ത് 15 തൊട്ട് 26 വരെ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, അതിൽ 10 എഴുതാനും നിങ്ങൾ എഴുതിയാൽ മതി. എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് നാഷണൽ വുമൻസ് കമ്മീഷൻ. വനിതാ കമ്മീഷൻ്റെത് പലതവണ പറഞ്ഞു തന്നതാണ് അല്ലേ. എന്തായിരിക്കും? പ്രൊവൈഡ് സജഷൻസ് ടു എലിമിനേറ്റ് ഇൻഇക്വാലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ വുമൺ. ആക്ഷൻ റിലേറ്റഡ് ടു ജെൻഡർ ജസ്റ്റിസ്. അഡ്വൈസ് ദ ഗവൺമെൻറ് ഓൺ ഫോർമുലേറ്റിംഗ് പോളിസീസ്. ഏതെങ്കിലും 4 പോയിന്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ? നമ്മൾ ക്ലാസ്സിലും തന്നിട്ടുണ്ട്, റിവിഷൻ ക്ലാസ്സിലും തന്നിട്ടുള്ളതാണ്. 16ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ റീസൺസ് ഫോർ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എക്സ്പീരിയൻസിങ് എക്സ്ട്രീം കോൾഡ് ഇൻ ഡ്യൂറിങ് ഡിസംബർ ആൻഡ് ജനുവരി. ഡിസംബർ ജനുവരി മാസത്തിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ എന്തുകൊണ്ടാണ് എക്സ്ട്രീം തണുപ്പുണ്ടാകുന്നതെന്നാണ് ഈ ചോദ്യം. ഇവിടെ എന്തിനു വന്നു എന്ന് എനിക്കറിയില്ല, എന്നാലും ഉത്തരം നമുക്കറിയാം എന്തുകൊണ്ടാണ്. ഒന്ന്, ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഇസ് ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം ദ ഓഷ്യൻസ്. അല്ലേ, ഓഷ്യൻ്റെ മോഡറേറ്റിംഗ് ഇൻഫ്ലുവൻസിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് പ്ലെയിൻസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഹിമാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന തണുത്ത കാറ്റ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോഗ്, മറ്റു കാര്യങ്ങൾ വരുന്നുണ്ട്. സ്നോഫോൾ ഉള്ളത് ഹിമാലയത്തിലെ പ്രശ്നമാണ്. ഇതൊക്കെ തന്നെയാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ തണുപ്പ് കാലത്ത് എക്സ്ട്രീം തണുപ്പ് അനുഭവപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്. 17ാമത്തെ ചോദ്യം, ഒബ്സർവ് ദ മാപ്പ് ഗിവൺ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. മാപ്പ് നോക്കിയിട്ട് ചോദ്യത്തിൻ്റെ ഉത്തരം പറയാനാണ്. വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് പെൻസുലാർ റിവർ. ഇതിൽ ഏറ്റവും നീളം കൂടിയ പെൻസുലാർ നദി ഏതാണ്? നമുക്കറിയാം, അത് ഗോദാവരി നദിയാണ്. ഏറ്റവും കൂടുതൽ നീളം കൂടിയ പെൻസുലാർ നദി എന്ന് പറയുന്നത് ഏതാണ്? ഗോദാവരിയാണ്. റൈറ്റ് ദ നെയിം ഓഫ് ദ മേജർ ട്രിബ്യൂട്ടറി ഓഫ് കൃഷ്ണ. കൃഷ്ണ നദിയുടെ ട്രിബ്യൂട്ടറി ഏതാണ്? കൃഷ്ണൻ്റെ ട്രിബ്യൂട്ടറി തുംഗഭദ്രയാണ് ഏറ്റവും നല്ല ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്, കൃഷ്ണയുടേത്. അടുത്ത, റൈറ്റ് ദ നെയിം ഓഫ് ദ വെസ്റ്റ് ഫ്ലോയിങ് റിവർ ദാറ്റ് ഹാസ് ഡ്രൈനേജ് ബേസിൻ ഇൻ മധ്യപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര. ഓക്കെ, വെസ്റ്റ് ഫ്ലോയിങ് റിവറിൽ 2 നമുക്കറിയാവുള്ളൂ. ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയും. അതിൽ മധ്യപ്രദേശിൽ നിന്നും ഉത്ഭവിക്കുകയും അതായത് മധ്യപ്രദേശിലും മഹാരാഷ്ട്രയുടെ ഭാഗത്ത് ഡ്രൈനേജ് ബേസിനുള്ള വെസ്റ്റ് ഫ്ലോയിങ് നദി ഏതാണ്? നർമ്മദയോ താപ്തിയോ എഴുതാം. 2 നിങ്ങൾക്ക് മാർക്ക് ഇവിടെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് റിവർ ഒറിജിനേറ്റ് ഫ്രം ദ ബ്രഹ്മഗിരി ഹിൽസ് ഇൻ കർണാടക എന്നാണ്. അപ്പോൾ കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകൾ, അപ്പോൾ ഇതാണല്ലോ കർണാടകയുടെ ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏതാണ്? നമ്മുടെ കാവേരി നദിയാണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? കാവേരി നദിയാണ് ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്, ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. 18ാമത്തെ ചോദ്യം നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കൺട്രി ഈസ് വൺ ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് ദ ക്യാബിനറ്റ് ആൻഡ് ലിസ്റ്റ് ഔട്ട് അതർ ഫംഗ്ഷൻസ്. ക്യാബിനറ്റ്, അതായത് നമ്മുടെ പാർലമെൻറ്റിലെ ക്യാബിനറ്റിലെ മന്ത്രിമാരുടെ ജോലിയിൽ ഒന്ന് കൺട്രി അഡ്മിനിസ്ട്രേഷൻ നടത്തുക എന്നുള്ളതാണ്. അതല്ലാതെ മറ്റ് ജോലി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഫോർമുലേറ്റ് നാഷണൽ ആൻഡ് ഫോറിൻ പോളിസീസ്, ഡ്രാഫ്റ്റ് ബില്ല് ആൻഡ് ഓർഡിനൻസ്, ബില്ലും ഓർഡിനൻസും ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യുക, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കോർഡിനേറ്റ് ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റീവ് വെൽഫെയർ ഫംഗ്ഷൻസ് നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. അടുത്ത 19ാമത്തെ ചോദ്യം, ദ പിക്ചർ ഗിവൺ ബിലോ ഷോസ് ഹൗ എഡ്യൂക്കേഷൻ. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള പടം അല്ലേ, എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രോഗ്രസ് ഉണ്ടാക്കുന്നത് എന്നുള്ള പിക്ചറാണ്. അതിൽ കുറച്ച് ഭാഗങ്ങൾ വേക്കൻ്റായിട്ട് തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കുറച്ച് കടന്നുപോയി എന്ന് എനിക്ക് പറയാവുള്ളൂ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഈ പിക്ചറൊക്കെ ഇങ്ങനെ ആരും ഓർത്ത് വയ്ക്കാൻ പോകുന്നില്ല, എന്നാലും നമുക്ക് ഉത്തരം നോക്കാം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? ഒരാളുടെ എന്തിനെ കൂട്ടും? എബിലിറ്റിയെ കൂട്ടും. ഓക്കെ, എന്തിനെ കൂട്ടും? എബിലിറ്റിയെ കൂട്ടും. അപ്പോൾ അബിലിറ്റി കൂടുമ്പോൾ അയാൾക്ക് ടെക്നോളജിക്കൽ നോഹവ് കിട്ടും. ടെക്നോളജിക്കൽ നോഹവ് കിട്ടുമ്പോൾ ഒരാളുടെ സ്കില്ല് എന്ത് ചെയ്യും? ഡെവലപ്പാവും. സ്കില്ല് ഡെവലപ്പാകുമ്പോൾ ആൾക്ക് എന്ത് കിട്ടും? ബെറ്റർ ജോബ് കിട്ടും. ഓക്കെ, ബെറ്റർ ജോബ് കിട്ടും. ജോബ് കിട്ടുമ്പോൾ ബെറ്റർ ഇൻകം കിട്ടും. ഇൻകം കൂടുമ്പോൾ എന്താണ്? നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടും. അങ്ങനെ ആൾക്കാർക്കും ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ നാഷണൽ എന്തുണ്ടാവും? ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. 20ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. അല്ലേ, വർക്കിംഗ് പോപ്പുലേഷൻ്റെ അളവ് കൂടുക അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ആൾക്കാരുടെ അളവ് കൂടുക എന്നുള്ളതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്. അല്ലേ, ദ നമ്പർ ഓഫ് ദ എംപ്ലോയിഡ് പീപ്പിൾ ടു ബി മോർ ദാൻ ദ നമ്പർ ഓഫ് ദ അൺഎംപ്ലോയ്മെൻറ്റ് പീപ്പിൾ ആണ് എന്താ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാവും, രാജ്യത്തിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യും, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യും, അതുപോലെ തന്നെ കൺട്രിയുടെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യും? കൂട്ടും.
21ാമത്തെ ചോദ്യം, വൺ ഫീച്ചർ ഈച്ച് ഓഫ് ദ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ ഇസ് ഗിവൺ ബിലോ, കംപ്ലീറ്റ് ദ ടേബിൾ. നമുക്കറിയാം ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുമ്പോൾ അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളായിരിക്കും. അൺഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ അത് അൺരജിസ്റ്റേർഡ് ആയിരിക്കും. മറ്റ് വ്യത്യാസങ്ങൾ ചോദിച്ചാൽ, ഒന്ന്, ഹൈ സാലറി ആയിരിക്കും ഓർഗനൈസ്ഡിനകത്ത്, അൺഓർഗനൈസ്ഡിനകത്ത് എന്തായിരിക്കും, ലോ സാലറി ആയിരിക്കും. ഓർഗനൈസ്ഡിനകത്ത് ജോബ് സെക്യൂരിറ്റി ഉണ്ടാവും, അൺഓർഗനൈസ്ഡിനകത്ത് ജോബ് സെക്യൂരിറ്റി ഉണ്ടാവില്ല. പെയ്ഡ് ലീവ് ഉണ്ടാവും, ഇവിടെ അങ്ങനത്തെ പെയ്ഡ് ലീവ് ഉണ്ടാവത്തില്ല. ഹോളിഡേയ്സ് ഉണ്ടാവും, ഇതിലതുപോലത്തെ ഹോളിഡേയ്സ് ഉണ്ടാകണമെന്നില്ല. ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് എഴുതാം. 22, എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. നമുക്ക് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? എന്താണ്? ഒരു ഇലക്ഷൻ കമ്മീഷണറും അയാളുടെ കീഴിലായിട്ട് 2 ഇലക്ഷൻ കമ്മീഷണർമാരും ഉണ്ടാവും. ഇവർ 6 വർഷത്തേക്കാണ് അവർ ഇലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ 65 വയസ്സ് വരെ അവർക്ക് നിൽക്കാം. അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്, റിമൂവ് ചെയ്യുന്നതും പ്രസിഡൻ്റെ ഭാഗത്ത് നിന്ന് പറ്റത്തുള്ളൂ. ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് ഇവരാണ്. ഇതിലേതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാമല്ലോ, എഴുതാം. 23ാമത്തെ ചോദ്യം, അറേഞ്ച് ദ ഐറ്റംസ് ഇൻ കോളം ബി ഇൻ അപ്രോപ്രിയേറ്റ് ടു കോളം എ, മാച്ച് ദ ഫോളോയിങ്. കൃതികളാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കോഡൊക്കെ ഉണ്ടാക്കി വെച്ച് പഠിച്ചോളാൻ ചോദിച്ചിട്ടുമുണ്ട്. സ്വപ്ന വാസവദത്ത എഴുതിയത് ആരാണ്? അത് ഭാസനാണ്. അമരകോശം എഴുതിയത് അമരസിംഹൻ, പേരിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും. മത്തവിലാസ പ്രഹസന എഴുതിയത് ആരാണ്? മഹേന്ദ്രവർമ്മനാണ്. വൃക്ഷകാട്ടിക എഴുതിയത് ശൂദ്രകയാണ്. ബാക്കി അപ്പോൾ ഇതിനകത്ത് തന്നിട്ടുള്ള കൃതികളും സംഭവവും ഉറപ്പായിട്ട് പഠിച്ചോളണം. അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചൊരു ചോദ്യം പ്രതീക്ഷിക്കാം. വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ഡെസേർട്ട്? ഏതൊക്കെയാണ്? ഹോട്ട് ഡെസേർട്ടും ഉണ്ട്, കോൾഡ് ഡെസേർട്ടും ഉണ്ട്. ഓക്കെ, 2 ടൈപ്പ് ഡെസേർട്ടാണുള്ളത്. ഹോട്ട് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 15 ഡിഗ്രി ടു 30 ഡിഗ്രിക്ക് ഇടയിലായിട്ട് വരുന്ന ഭാഗത്താണ് ഹോട്ട് ഡെസേർട്ട് കാണുന്നത്. എക്സ്ട്രീംലി ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ കോൾഡ് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ കോൾഡ് ഡെസേർട്ട് തണുപ്പുള്ള സ്ഥലങ്ങളിൽ, പെർമനൻറ്റ് സ്നോ കവറുള്ള സ്ഥലങ്ങളിലാണ് ഇത് കാണുന്നത്. എക്സ്ട്രീം കോൾഡാണ് ത്രൂ ഔട്ട് ദ ഇയർ. പോളാർ റീജിയൻസിൽ ആണ് പ്രധാനമായിട്ട് ഇത് കാണുന്നത്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് റിലേറ്റഡ് ടു ബുദ്ധിസം. ഇതിവിടെ എന്തിനു വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സംഘാസും സ്തൂപാസും എന്താണ്? സംഘാസം എന്ന് വെച്ചാൽ അറിയാമല്ലോ, ബുദ്ധൻ്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിമൈൻസ് ഉള്ള സ്ഥലത്ത് കെട്ടുന്നതാണ് എന്ത്? സ്തൂപങ്ങൾ എന്ന് പറയുന്നത്. ദ സൈറ്റ് വെയർ ദ ഫിസിക്കൽ റിമൈൻസ് ഓഫ് ദ ബുദ്ധ ഓർ ഒബ്ജെക്ട്സ് യൂസ്ഡ് ബൈ ദ ബുദ്ധ വെയർ ബറീഡ്. സെമി സർക്കുലർ ഷേപ്പിലാണ് നിർമ്മിക്കുന്നതെന്നറിയാം. സ്തൂപങ്ങളെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്തൂപങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, സംഘം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സംഘം, ഗ്രൂപ്പ് അല്ലെ, ഭിക്ഷുകി അല്ലെ, ഭിക്ഷൂസും ഭിക്ഷുകിനീസും ഒക്കെ വരുന്നതാണ് എന്തിനകത്ത്? സംഘത്തിനകത്ത് എന്ന് പറയുന്നത്. പ്രിപ്പയർ എ നോട്ട് വിത്ത് ദ ടൈറ്റിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് പോവർട്ടി. ഓക്കെ, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനും പോവർട്ടി ആയിട്ട് ബന്ധപ്പെട്ടൊരു റൈറ്റപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നറിയാമല്ലോ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഹ്യൂമൻ ക്യാപിറ്റൽ എപ്പോഴാണ് ഹ്യൂമൻ റിസോഴ്സ് ഹ്യൂമൻ ക്യാപിറ്റൽ ആകുന്നത്? ഹ്യൂമൻ റിസോഴ്സിന് സ്കില്ലും മറ്റു കാര്യങ്ങളും ഹെൽത്ത് അല്ലെ എഡ്യൂക്കേഷനും മറ്റും കിട്ടുമ്പോഴാണ് നമ്മൾ എന്തായിട്ട് മാറുന്നത്? ഹ്യൂമൻ ക്യാപിറ്റൽ ആവുന്നത്. ആ ഹ്യൂമൻ ക്യാപിറ്റലിന് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്, വരുമാനം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്ക് വരുമാനം കൂടുതലാവും. അപ്പോൾ പോവർട്ടി എന്ത് ചെയ്യും? കുറയും. അത് നിങ്ങളുടെ ഭാഷയിലായിട്ട് അങ്ങ് എഴുതിക്കും. ലാസ്റ്റ് പാർട്ട് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. 27ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ മേജർ സോയിൽ ടൈപ്പ് ഫൗണ്ട് ഇൻ പെൻസുലാർ പ്ലേറ്റ്? പെൻസുലാർ പ്ലേറ്റ് കാണുന്ന സോയിൽ അത് ബ്ലാക്ക്, റെഡ്, ലാറ്ററൈറ്റ്, മൗണ്ടൻ സോയിൽ. ഓരോ സോയിലും ഡീറ്റെയിൽസും എഴുതുക. ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അടുത്ത്, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം? പ്രോഡക്റ്റ് മെത്തേഡുണ്ട്, ഇൻകം മെത്തേഡുണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡുണ്ട്. ഓരോ മെത്തേഡിനെയും വിത്ത് ഇക്വേഷൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. 28, എക്സ്പ്ലെയിൻ ദ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി സച്ച് മൈഗ്രേഷൻ, ഏജ് സ്ട്രക്ചർ ആൻഡ് ഡിപ്പെൻഡൻസി റേഷ്യോ. സെപ്പറേറ്റ് നല്ല നോട്ട് നല്ല വിശദമായിട്ട് തന്നിട്ടുണ്ട്, അതറിയാമല്ലോ. മൈഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ആൾക്കാർ മാറി താമസിക്കുന്നത്. ഏജ് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായത്തിനനുസരിച്ച് നമ്മൾ 2 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. ഡിപ്പെൻഡൻസി റേഷ്യോ വരുന്നു അല്ലേ? ആ കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്നതാണ് എക്സ്പ്ലെയിൻ എക്കണോമിക് ചേഞ്ചസ് ദാറ്റ് ബ്രോട്ട് അബൌട്ട് ബൈ ദ സ്പ്രെഡ് ഓഫ് ലാൻഡ് ഗ്രാൻഡ് ടു സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യ ലാൻഡ് ഗ്രാൻഡ് വന്നതിനുള്ള ഗുണങ്ങൾ. ഒന്ന്, എന്തായാലും ഈ പറയുന്ന ബ്രാഹ്മിൺസിന് ക്ലൈമറ്റിനെ പറ്റിയിട്ടും ഉള്ള അറിവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റി? കൃഷി ഇറക്കാൻ പറ്റി, അതിൽ നിന്ന് ലാഭം കൊയ്യാനായിട്ട് പറ്റി. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്തു. അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ച് ട്രേഡ് ഡെവലപ്പ് ചെയ്തു, ഇറിഗേഷൻ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തു. സർപ്ലസ് ആയിട്ടുള്ള സാധനങ്ങൾ പിന്നീട് ട്രേഡ് ലിങ്ക് വഴി മറ്റ് രാജ്യങ്ങളിൽ എത്തിക്കാൻ പറ്റി. അങ്ങനെ പ്രോസ്പെരിറ്റി ഉണ്ടായി. സോറി, നല്ല സുഖമില്ലാതാണ്. അപ്പോൾ ഇതാണ് എന്താ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് റെഫറൻസിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുക. ഇതേപോലത്തെ ചോദ്യം തന്നെ പരീക്ഷയ്ക്ക് വരുമെന്നല്ല, പക്ഷേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്താ ചെയ്യാം വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ
വേറെ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ. ഈ ചോദ്യ പേപ്പർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.